ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അവൾ എന്തുകൊണ്ട് റിപ്ലൈ ചെയ്യുന്നില്ല. പല ആളുകളും പറയാറുണ്ട്, സാറേ ഞങ്ങൾ തമ്മിൽ നല്ല പരിചയത്തിലായിരുന്നു, നല്ല കമ്പനിയായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ട്, പക്ഷേ ആ മെസ്സേജിനൊന്നും റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല. ഇൻ കേസ് റിലേഷൻഷിപ്പിലായിട്ടുള്ള കേസിലാണെങ്കിലും, ഇനി റിലേഷൻഷിപ്പ് അല്ല ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഒക്കെ പലപ്പോഴും നമുക്ക് പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നും ആ ഒരു റെസ്പോൺസ് വരാതാവുന്ന സമയത്ത് ഭയങ്കര പെയിൻഫുള്ളും അത് ഭയങ്കരമായിട്ടുള്ളൊരു മാനസികമായിട്ടുള്ള വേദന തന്നെയാണ്. അത് അനുഭവിച്ച ആളുകൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ എന്തുകൊണ്ടായിരിക്കും അവൾ മെസ്സേജ് അയക്കാത്തത് എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു 3 ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു കൂട്ടുകെട്ട്, ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലായിരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിനോട് ഒരു താല്പര്യം കുറഞ്ഞിട്ടുണ്ടാകും എന്നുള്ളതാണ്. നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. മേ ബി ചിലപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ നിങ്ങൾ ഭയങ്കര സ്വീറ്റാണ്, നിങ്ങൾ അടിപൊളിയാണ് എന്നൊക്കെ അവർക്ക് തോന്നിയിട്ടുണ്ടാവാം. നിങ്ങളോട് സംസാരിച്ച് ഇടപഴകി നല്ല ഫ്രണ്ട്ഷിപ്പിലും ആയിട്ടുണ്ടാവാം, ചിലപ്പോൾ പ്രണയത്തിലും ആയിട്ടുണ്ടാവാം. പക്ഷേ കൂടുതൽ അടുക്കും തോറും ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ യഥാർത്ഥ മുഖം പുറത്തു വരും എന്ന് പറയുന്നത് പോലെ നമ്മളെക്കുറിച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളോടുള്ള ഒരു താല്പര്യം നഷ്ടപ്പെടും. അത് മേ ബി അവരുടെ മനസ്സിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം. അങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് ചില ആളുകൾ പതിയെ അതൊന്ന് വലിയാറുണ്ട്. അങ്ങനെ വലിയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ റെസ്പോണ്ട് ചെയ്യാറില്ല. അത് സ്വാഭാവികമാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മേ ബി ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് അറിഞ്ഞതുകൊണ്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരാളല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യാത്തത്. അതൊരു റീസണാണ്. ചിലപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല. രണ്ടാമത്തെ റീസൺ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ടാമത്തേത്, മേ ബി ചിലപ്പോൾ അവർക്ക് വേറൊരാളോട്, അവരുടെ എക്സ്പെക്റ്റേഷനിലുള്ള ആളോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കാം. അതുകൊണ്ടും അവർ കൂടുതലായിട്ട് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യത്തില്ല. ചിലപ്പോൾ നിങ്ങളൊരു ഫ്രണ്ട്സ് ആയിരിക്കാം, നിങ്ങളിങ്ങനെ ചാറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ചാറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വിട്ട് ആ ഒരു ഏരിയയിൽ നിന്നും നിങ്ങളൊരു പ്രപ്പോസൽ ആ ഒരു സിറ്റുവേഷനിലോട്ടൊക്കെ ചിലപ്പോൾ ചാറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യാതിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി അവർ വേറെ ആളുകളുമായിട്ട് കമ്മിറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവർ നിങ്ങൾ ആ ട്രാക്കിലോട്ട് വരുന്നുണ്ട് എന്ന് അറിയുന്ന സമയത്ത് ഇനി ഞാൻ റെസ്പോണ്ട് ചെയ്താൽ ശരിയാവത്തില്ല എന്നുള്ള രീതിയിൽ തിങ്ക് ചെയ്തുകൊണ്ട് മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്ന പല ആളുകളും ഉണ്ട്. അപ്പോൾ മേ ബി ചിലപ്പോൾ അവർ കമ്മിറ്റഡ് ആയതുകൊണ്ടുള്ള അവോയ്ഡിങ് ആയിരിക്കാം. അതൊരു റീസൺ ആയിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ പലപ്പോഴും പല ആളുകളും റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവണ്ട, പ്രശ്നം ഉണ്ടാവണ്ട, അല്ലെങ്കിൽ ഞാൻ റിപ്ലൈ കൊടുത്ത് ഇനി അതും പറഞ്ഞു വന്ന് അങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാവണ്ട എന്ന് കരുതിയിട്ട് മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ചിലപ്പോൾ മെസ്സേജ് അയക്കാൻ പേടിയായിരിക്കാം. ചിലപ്പോൾ മെസ്സേജ് അയച്ചാൽ ഇനി അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടിയായിരിക്കാം. അങ്ങനെ പല ഫിയറുകൾ കാരണത്താൽ മെസ്സേജ് അയക്കാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ മെസ്സേജ് അയച്ചതിൻ്റെ പേരിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടാവുമോ എന്നുള്ള ഭയത്താൽ മെസ്സേജിന് റിപ്ലൈ ചെയ്യാത്ത ആളുകളുണ്ട്. അങ്ങനെയും ഒരു റീസണായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാകും എന്നുള്ള ഭയത്താൽ മെസ്സേജ് അയക്കാതിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളോട് താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ മെസ്സേജ് അയക്കാതിരിക്കാം. മറ്റൊരു വ്യക്തിയോട് കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളത് കൊണ്ട് നിങ്ങളുടെ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യാതിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മെസ്സേജ് എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പിൽ നിന്നും വിട്ടിട്ടുള്ള അത്തരം ടൈപ്പ് ഓഫ് മെസ്സേജ്സിന് റിപ്ലൈ കിട്ടാതിരിക്കുമ്പോഴാണ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ഒന്നുകൂടി മാച്ചായിട്ട് വരിക. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു 3 റീസൺസ് എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ കട്ടക്ക് കൂടെ ഉണ്ടായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. താങ്ക് യു.